students. Now we are going to discuss about a quantum mechanical tool which is used for the measurement process in micro world, and that is about operators. Operators are actually, they are not a mathematical, they are just a rule that transforms a given function into another function. You cannot say that it is something some quantum mechanical or some mathematical equations or like that, but actually it is a transformation rule that govern the transformation of system from one form to another. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മളൊരു മെഷർമെൻറ്റ് പ്രോസസ്സ് നടത്തുമ്പോൾ നമുക്കൊരിക്കലും അത് ഡയറക്റ്റായിട്ടും അത് ഒരു ഫിസിക്കൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഈ മാത്തമാറ്റിക്കൽ റൂൾ ഓർ ഓപ്പറേറ്റർ. സോ ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരു റൂളാണ്. When that rule acts on a quantum mechanical system or a function, it will be converted into another function or form, function form. So ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് എ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം, ഒരു സിസ്റ്റത്തിൻ്റെ പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വലി ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷൻ നമ്മൾ മെഷർ ചെയ്ത് എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഇൻഡിവിജ്വലി ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്? You will be having wave function with you corresponding to that particular quantum mechanical system, and position operator, when it is operated on that wave function, you will get the position value. Okay, then if you want to measure the energy of a quantum mechanical system, what you will do? You will first take the wave function of that system, then you will take the energy operator, then this energy operator will operate on that wave function. The result will be a mathematical quantity and it will give you the energy. So that is the basic thing in which way operator is working. You can see operators in different forms. മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ആയിട്ടും ജസ്റ്റ് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പോലും ഒരു ഓപ്പറേറ്ററാണ്. മാത്തമാറ്റിക്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു, എവറിത്തിങ് ഈസ് ഓപ്പറേഷൻസ്. അതിനെല്ലാം നമ്മൾ ഓപ്പറേറ്ററായിട്ട് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ഫോർമലിസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ദെൻ ഒരു എക്സാമ്പിളാണ് ഓപ്പറേറ്റർ d/dx ആൻഡ് ദ ഫങ്ഷൻ ഈസ് x². അപ്പോൾ നമ്മുടെ കയ്യിൽ വേവ് ഫങ്ഷൻ എന്ന് പറയുന്ന ക്വാണ്ടം മെക്കാനിക്കൽ ടേംസിലേക്കൊന്നും പോകണ്ട. മാത്തമാറ്റിക്കലി പറഞ്ഞാൽ തന്നെ ഇഫ് യു ആർ ഫൈൻഡിങ് ഔട്ട് ദ ഡിഫറൻഷ്യൽ ഓഫ് എ ഫങ്ഷൻ x². So what is the representation of that d/dx of x²? In that d/dx is the operator. d/dx ആണ് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്. It is the operator. So it is the differential operator. So d/dx of x² means function is x² and d/dx is the operator. Okay, then next example, operator d²/dx² and the function is 4x². If you are going to find out d/dx of d²/dx² of 4x², in that case 4x² is the function and d²/dx² is the operator. Okay, then ഓപ്പറേറ്റർ ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഓപ്പറേറ്ററാണ്. -i(h × d/dx ഇസ് ദ ഓപ്പറേറ്റർ ഇഫ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ e⁻⁻ik(x). അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ e⁻⁻ik(x) എന്ന് പറയുന്ന ഈ ഒരു e⁻⁻ik(x)ൻ്റെ വിത്ത് റെസ്പെക്ട് ടു പൊസിഷനുള്ള ഡിഫറൻഷ്യൽ കണ്ട് അതിനെ -i(h × കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടും. അതൊരു പ്രോസസ്സാണ്. സോ ദാറ്റ് പ്രോസസ് ഈസ് an operator formalism, or the operator is -i(h × d/dx and function is e⁻⁻ik(x). ഓക്കെ, ദെൻ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ക്വാണ്ടം മെക്കാനിക്കലി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഓപ്പറേറ്റേഴ്സിനേക്കാളൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് മറ്റു ചില ഓപ്പറേറ്റേഴ്സാണ്. ആൻഡ് വാട്ട് ആർ ദീസ് ഓപ്പറേറ്റേഴ്സ്? അതാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് കൂടുതലായിട്ടും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ, മൊമെൻറ്റം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ആംഗുലാർ മൊമെൻറ്റം, അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെയല്ല അതിൽ ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം മാത്തമാറ്റിക്കലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ബട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓപ്പറേറ്റേഴ്സാണ്. സോ ഇതിനെല്ലാം ഓപ്പറേറ്റർ ക്വാണ്ടം മെക്കാനിക്കൽ ഫോം ഉണ്ട്. ക്ലാസിക്കലി നമ്മൾ പൊസിഷനെ ആർ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി അതിനെ നമ്മൾ ആർ ക്യാപ്പ് എന്നൊരു ക്യാപ്പ് കൊടുത്താണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. യു ക്യാൻ സീ ഹിയർ മൊമെൻറ്റം. ക്ലാസിക്കലി ലീനിയർ മൊമെൻറ്റത്തിന് നമ്മൾ പി എന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഓപ്പറേറ്റർ ഫോർമലിസം, അതൊരു ഓപ്പറേറ്റർ ആയിട്ട് മാറുന്ന സമയത്ത് വി വിൽ ജസ്റ്റ് പുട്ട് എ ക്യാപ്പ് ഓവർ ദറ്റ് പി. സോ ഇറ്റ് വിൽ ബിക്കം പി ക്യാപ്പ്. ദാറ്റ് ഈസ് ഓപ്പറേറ്റർ ഫോർ മൊമെൻറ്റം. കൈനറ്റിക് എനർജി, it is written as T. For kinetic energy, the classical physics uses the symbol T, but when you put a cap on it, it will become T cap, or it is the operator corresponding to kinetic energy. Coming to potential energy, it is V of R. So when it is V of R, it is the classical symbol, and when you put a cap on it, it is V cap, or it is the operator for potential energy. And like this, എല്ലാ ടേമുകളും ഇങ്ങനെയാണ്. ഇപ്പോൾ ലാസ്റ്റ് കോളത്തിൽ നമുക്കിവിടെ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഓപ്പറേറ്റേഴ്സ്. അതായത് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 3 ഡയമെൻഷനിൽ ആയതുകൊണ്ട് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. മൊമെൻറ്റം, വാട്ട് അബൌട്ട് മൊമെൻറ്റം ഓപ്പറേറ്റർ? മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ്. അത് നമ്മൾ 3 ഡയമെൻഷനിൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നമ്മൾ യൂഷ്വലി മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ്, 1 ഡയമെൻഷനിലാണെങ്കിൽ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് ഈസ് ദ മൊമെൻറ്റം ഓപ്പറേറ്റർ. ആൻഡ് the total energy operator, you come to this that is total energy, H Hamiltonian എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ ടേം. സോ ഇറ്റ് ഈസ് minus h cross square by 2m dou square x by dou square by dou x square plus v, kinetic energy plus potential energy. kinetic എനർജിയുടെ ഓപ്പറേറ്ററും പൊട്ടൻഷ്യൽ എനർജിയുടെ ഓപ്പറേറ്ററും തമ്മിൽ ചേർത്ത് ഇതാണ് ടോട്ടൽ എനർജി ഓപ്പറേറ്റർ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് പൊസിഷൻ മെഷർ ചെയ്യണോ, യു ജസ്റ്റ് ടേക്ക് പൊസിഷൻ ഓപ്പറേറ്റർ. യു കനോട്ട് മെഷർ ഡയറക്ട്ലി വിത്ത്, യു കനോട്ട് യൂസ് ഡയറക്ട്ലി ദ ടേം ഡയറക്ട്ലി ദ ഓപ്പറേഷൻ ലൈക്ക് ദിസ്. ഇവിടെ നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് കണ്ടതുപോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പൊസിഷനാണ് കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അവിടെ നമ്മൾ ഓപ്പറേറ്റർ ജി ഓഫ് എക്സ് എന്ന ജനറൽ ടേം ഉപയോഗിച്ചിരുന്നു. അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ കോളത്തിൽ നമ്മൾ എന്താണോ മെഷർ ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ ഈ ലാസ്റ്റ് കോളത്തിന് സെലക്ട് ചെയ്തിട്ട് അതാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, നൗ ഈ ഓപ്പറേറ്റേഴ്സ് തന്നെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. യൂഷ്വലി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എല്ലാ മെഷർമെൻറ്റും നടത്താൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വേവ് ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് യൂസ് ദ നോർമലൈസ്ഡ് ഓർ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററും എന്തായിരിക്കണം, ചില പ്രത്യേക ക്വാളിറ്റീസ് ഉള്ളതായിരിക്കണം. ദാറ്റ് ഈസ് വൈ വി ആർ യൂസിങ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ. ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ മുകളിൽ മെഷർമെൻറ്റ് നടത്തുന്നത് മാത്രമാണ് നമുക്ക് അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് ആ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ആൻഡ് വാട്ട് ഈസ് എ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ? This Hermitian operator is a particular operator which obeys or which have 2 properties. And the properties, actually it has 3 properties. The very important 2 properties are the eigenvalues of a Hermitian operator are real. So before going to that, you have to know what is eigenvalues. I hope you will be familiar with the term eigenvalue and eigenfunction because you will be learning it in the complementary maths syllabus. So I'm just refreshing that. So if A is an operator and psi is a wave function, this a cap, അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പറേറ്റർ ആകുമ്പോൾ അതിലൊരു ക്യാപ്പ് ഇടണം. സോ എ ക്യാപ്പ് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ psi and it will be giving you a result like a psi. If the result is like this, if the result of the operation is like this, you can call this small letter a as the eigenvalue. And you can call this psi if it can be written like this. ഇതേ ഫംഗ്ഷന് മാറ്റമൊന്നും വരാതെ ഇവിടെയും psi തന്നെയാണെന്നുണ്ടെങ്കിൽ you can call this psi as eigen function.
ആൻഡ് യു ക്യാൻ കോൾ ദിസ് വാല്യൂ ഏതോ ആയിക്കോട്ടെ, ഇവിടെ കിട്ടുന്ന വാല്യൂ ഏതായാലും അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഐഗൺ വാല്യൂ എന്നാണ് വിളിക്കുന്നത്. സോ യു വിൽ ബി ഫെമിലിയർ വിത്ത് ദാറ്റ് ടെർമിനോളജീസ് ഐഗൺ ഫംഗ്ഷൻ ആൻഡ് ഐഗൺ വാല്യൂ. വെൻ യു ഓപ്പറേറ്റ് വിത്ത് ഓപ്പറേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് ആർ ഇന്നെവിറ്റബിൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ എന്ത് മെഷർമെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിലും ഓപ്പറേറ്റേഴ്സ് വേണം. സോ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഐഗൺ ഫംഗ്ഷനും ഐഗൺ വാല്യൂമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. സോ ഇൻ ദ കേസ് ഓഫ് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഐഗൺ വാല്യൂസ് ആർ റിയൽ. ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ക്വാണ്ടിറ്റി ആയിരിക്കും. ദെൻ ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് ഐഗൺ ഫങ്ഷൻസ്. About eigenfunctions, the eigenfunctions of Hermitian operators are orthogonal to each other, or they can be made orthogonal by taking linear combinations of them. അപ്പോൾ അതിൽ ഐഗൺ ഫങ്ഷൻസ് എന്ന് പറയുന്നത് they will be orthogonal to each other. എന്താണ് orthogonal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will be if you are taking two functions, ആ ഫംഗ്ഷൻ്റെ രണ്ട് വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഐഗൺ ഫങ്ഷൻസ് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ ഒരു ഓപ്പറേറ്ററിന് തന്നെ പല ഐഗൺ വാല്യൂസ് ഉണ്ടാവാം. ഓക്കെ, അതായത് പല ഐഗൺ വാല്യൂസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു എ ഓപ്പറേറ്റിംഗ് ഓൺ സൈ വിൽ ബി എ സൈ എന്ന് നമുക്ക് കിട്ടുന്നു. ദെൻ ദ സെയിം എ വെൻ ഓപ്പറേറ്റ് ഓൺ another wave function, let it be x, another wave function x, it will be giving bx. So I can call, since this is of the same format as of like this b is an eigenvalue of this operator, this a is an eigenvalue of this operator, and psi is an eigenfunction, x is an eigenfunction. So a എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് ഡിഫറെൻറ്റ് കേസസിൽ ഡിഫറെൻറ്റ് ഐഗൺ വാല്യൂസ് ഉണ്ട്, അതെല്ലാം റിയൽ ആയിരിക്കും. സോ എ ആൻഡ് ബി വിൽ ബി റിയൽ. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഡിഫറെൻറ്റ് ഐഗൺ ഫങ്ഷൻസ് ഓഫ് ദ സെയിം ഓപ്പറേറ്റർ വിൽ ബി ഓർത്തോഗണൽ ടു ഈച്ച് അതർ. സോ ഇങ്ങനെ രണ്ട് ഫങ്ഷൻസ് എനിക്ക് കിട്ടി, സൈ ആൻഡ് എക്സ്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോപ്പർട്ടി? സൈ ആൻഡ് എക്സ് വിൽ ബി ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഫിസിക്കലി പറയുകയാണെങ്കിൽ സൈ വിൽ ബി പെർപെൻഡിക്കുലർ ടു എക്സ് എന്ന്. ഓക്കെ, ഇത് രണ്ട് ലൈൻസ് ഒന്നുമല്ല പെർപെൻഡിക്കുലർ ആണെന്ന് പറയാൻ, അതുകൊണ്ടാണ് നമ്മൾ ഓർത്തോഗണൽ എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, I hope it is clear for you the two properties of a Hermitian operator. First one is eigenvalues of a Hermitian operator are real, and eigenfunctions of Hermitian operators are orthogonal to each other, or they can be made orthogonal. Okay, then about talking about Hermitian operator, നമ്മൾ പറഞ്ഞു ഏതൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററിൻ്റെ ഏതൊരു പ്രോപ്പർട്ടി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ വി വിൽ ബി യൂസിങ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ, ആൻഡ് ദ വേവ് ഫംഗ്ഷൻ സെലക്റ്റഡ് ഫോർ ദ മെഷർമെൻറ്റ് ഷുഡ് ബി എ വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ. Okay, so that is the brief idea about the operator formalism that is used in quantum mechanics for measurement purpose.